നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് വിജനമായ ഒരു മലയോര ഗ്രാമത്തിലാണ് ആ പഴയ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. കരിനിലം എന്നാണ് നാട്ടുകാർ ആ പ്രദേശത്തെ വിളിച്ചിരുന്നത്. അവിടേക്ക് താമസിക്കാൻ എത്തിയത് നിതിൻ എന്ന യുവാവാണ്. ഒരു വലിയ ആഡി കമ്പനിയിൽ നിന്ന് അവധിയെടുത്ത് തന്റെ പുതിയ പുസ്തകം എഴുതാനാണ് അവൻ ആ ശാന്തമായ സ്ഥലം തിരഞ്ഞെടുത്തത്. ബംഗ്ലാവിന്റെ കാവൽക്കാരൻ മാധവൻ നായർ താക്കോൽ കൈമാറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. മോനെ, രാത്രി 10 മണി കഴിഞ്ഞാൽ മുറ്റത്തെ ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് നോക്കരുത്. ആരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ മറുപടി കൊടുക്കരുത്. ഈ മണ്ണിൽ ഉറങ്ങാത്ത ചില ആത്മാക്കളുണ്ട്. നിതിൻ അതൊരു നാട്ടുപുറത്തെ അന്ധവിശ്വാസമായി കരുതി തള്ളിക്കളഞ്ഞു. ആദ്യത്തെ 2 രാത്രികൾ സമാധാനപരമായിരുന്നു. എന്നാൽ 3-ാം രാത്രിയിൽ അന്തരീക്ഷം മാറി. കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ജനൽപ്പാളികൾ കാറ്റിൽ അടിച്ചു തകരുന്ന ശബ്ദം കേട്ട് നിതിൻ ഉണർന്നു. സമയം കൃത്യം 12 മണി. ജനൽ അടയ്ക്കാൻ എഴുന്നേറ്റ അവൻ അറിയാതെ മുറ്റത്തെ ആൽമരത്തിലേക്ക് നോക്കിപ്പോയി. മിന്നൽ വെളിച്ചത്തിൽ മരച്ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നത് അവൻ കണ്ടു. ഒരു വൃദ്ധൻ, കയ്യിൽ പഴയൊരു മണ്ണെണ്ണ വിളക്കുണ്ട്. മഴയത്ത് അയാൾ നനയുന്നില്ല എന്ന കാര്യം നിതിനെ അത്ഭുതപ്പെടുത്തി. പെട്ടെന്ന് ആ വൃദ്ധൻ മെല്ലെ തലയുയർത്തി നിതിനെ നോക്കി. ആ മുഖത്ത് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല, പകരം ഇരുണ്ട 2 കുഴികൾ മാത്രം. ഭയന്നുപോയ നിതിൻ പെട്ടെന്ന് ജനലടച്ച് കട്ടിലിൽ വന്നിരുന്നു. ഹൃദയം പടപടാ ഇടിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ആരോ നടക്കുന്നത് പോലെ ശബ്ദം കേട്ടു. തടികൊണ്ടുള്ള തറയിൽ ഭാരമുള്ള പാദങ്ങൾ അമരുന്ന ശബ്ദം. ടകെ ടകെ ടകെ. അത് നിതിൻ ഇരിക്കുന്ന മുറിയുടെ നേരെ മുകളിലായി വന്നു നിന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ ബെല്ലടിച്ചു. മാധവൻ നായരായിരുന്നു അത്. മോനെ, വാതിൽ തുറക്കരുത്. അവൻ അകത്തു കടന്നിട്ടുണ്ട്. നീ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കൂ. ഫോൺ കട്ടായി. അടുത്ത നിമിഷം നിതിൻ കേട്ടത് തന്റെ മുറിയുടെ വാതിലിൽ ആരോ പതുക്കെ മുട്ടുന്നതാണ്. മോനേ, എനിക്ക് തണുക്കുന്നു. കതക് ഒന്ന് തുറക്കുമോ? പുറത്ത് കേട്ടത് മാധവൻ നായരുടെ ശബ്ദമായിരുന്നു. നിതിൻ വാതിൽ തുറക്കാൻ കൈപ്പിടിയിൽ പിടിച്ചു. എന്നാൽ പെട്ടെന്ന് അവൻ ആലോചിച്ചു, മാധവൻ നായർ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ, അതും പേടിച്ചരണ്ട ശബ്ദത്തിൽ. അപ്പോൾ പുറത്തു നിൽക്കുന്നത് ആരാണ്? അവൻ വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് മാധവൻ നായരല്ല നിൽക്കുന്നത്, മരിച്ച് മരച്ചുവട്ടിൽ കണ്ട ആ കണ്ണുകളില്ലാത്ത വൃദ്ധനാണ്. അയാൾ മാധവൻ നായരുടെ ശബ്ദത്തിൽ സംസാരിക്കുകയായിരുന്നു. ഭയന്ന് വിറച്ച നിതിൻ പിന്നിലേക്ക് മാറി. പെട്ടെന്ന് അവന്റെ ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്ന ശബ്ദം കേട്ടു. സ്ക്രീനിൽ ചുവന്ന അക്ഷരങ്ങളിൽ വരികൾ തെളിഞ്ഞു വന്നു. ഞാൻ നിന്റെ വരികൾ വായിച്ചു. അതിൽ എന്റെ മരണത്തെക്കുറിച്ച് നീ എഴുതിയിട്ടില്ലല്ലോ. അന്ന് രാത്രി നിതിൻ ആ മുറിയിൽ തളർന്നു വീണു. പിറ്റേന്ന് രാവിലെ മാധവൻ നായർ എത്തിയപ്പോൾ കണ്ടത് തുറന്നു കിടക്കുന്ന വാതിലും ഒഴിഞ്ഞു കിടക്കുന്ന മുറിയുമാണ്. മേശപ്പുറത്തിരുന്ന നിതിന്റെ ഡയറിയിൽ അവസാനമായി ഇങ്ങനെ എഴുതിയിരുന്നു: അയാൾക്ക് വേണ്ടത് എന്റെ കണ്ണുകളാണ്. ഇപ്പോൾ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആ ബംഗ്ലാവ് ഇന്നും അവിടെയുണ്ട്. രാത്രിയായാൽ ആ ആൽമരച്ചുവട്ടിൽ ഇപ്പോൾ 2 പേർ നിൽക്കുന്നത് കാണാം. ഒന്ന് ആ പഴയ വൃദ്ധൻ, മറ്റൊന്ന് കണ്ണുകളില്ലാത്ത ഒരു യുവാവ്. ഏകത ഇഷ്ടമായി എങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.